ഹലോ ഗൈസ്, സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു കോഴി ഫാമിലാണുള്ളത്. ഈ കോഴി ഫാമിലെ ദൃശ്യങ്ങളാണ്. കോഴികളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഷോർട്ട് വീഡിയോ. അത് നിങ്ങൾ കാണണം. അതിലിതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഈ ഒരു ചിക്കൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സാധാരണക്കാർക്കെന്നല്ല, എല്ലാവർക്കും. നമ്മുടെ തീൻമേശയിലേക്ക് എത്തുന്ന കോഴികൾ എങ്ങനെയാണ് എത്തുന്നത്, ഒരു ഫാമിലി എങ്ങനെയാണ് അവരുണ്ടാകുന്നത്, എങ്ങനെയാണ് അവർ വളർന്നു വരുന്നത്, 40 ദിവസം കൊണ്ട് ഈ കോഴികൾ എങ്ങനെ തീൻമേശയിലേക്ക് എത്തുന്നതിനുള്ളൊരു കാഴ്ച, അതിമനോഹരമായൊരു കാഴ്ച. നമ്മളൊക്കെ കോഴികൾ എന്ത് സാധനമായാലും നമ്മൾ ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങും, തിന്നും. പക്ഷേ അങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ ഉൽപ്പന്നങ്ങളും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് 2000 കോഴിക്കളുടെ ഒരു ഫാമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ ജീവികളും ഓരോ പക്ഷി മൃഗാദികളും നമ്മുടെ തീൻമേശയിലേക്ക് അതൊരു വിഭവമായി എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അന്വേഷിക്കാറുമില്ല. നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും ദുരിതവുമുണ്ട്. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അതൊക്കെ സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാഴ്ച അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഫാമിലെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2000 കോഴിക്കളെ വളർത്തി വലുതാക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ തീൻമേശയിലേക്ക് എത്തുന്നതെന്നുള്ള ഒരു കാഴ്ച. അപ്പോൾ ഇതിന്നാണ് കോഴികൾ വെള്ളം കുടിക്കുക, ഇതിന്നാണ് തീറ്റ തിന്നുക. അപ്പോൾ ഇത് കാണാത്ത ആളുകളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അവരെ കണ്ട് കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ കോഴി ഫാമുകളൊക്കെ ഒരുപാടുണ്ട്, കേരളത്തിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. അപ്പോൾ എവിടെ പോയാലും കാണാത്ത ആളുകൾക്ക് പോയി കാണാം, സന്ദർശിക്കുക. ഒരു വട്ടം നിങ്ങൾ പോയി സന്ദർശിക്കണം കോഴി ഫാമുകളൊക്കെ. കാരണം നമുക്ക് അറിയാലോ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകൾ കാണും, പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു കാഴ്ച അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാണണം. അവർ നല്ല സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കണുണ്ടല്ലേ, വേണ്ടോ? എല്ലാവരും കൊത്തി തിന്നാണ് ഒരുമയോട് കൂടിയിട്ട്. 40 ദിവസം കഴിഞ്ഞാൽ ഇവരെല്ലാം 40-45 ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം നമ്മളെ തീൻമേശയിലെത്തും. അപ്പോൾ ഈ ബിസിനസ്സൊക്കെ ആർക്കെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനും വീട്ടിൽ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി ഫാമുകളൊക്കെ സന്ദർശിക്കാം. കോഴി ഫാമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലെത്തുന്ന ഏത് സാധനങ്ങൾ, ഏത് ഉൽപ്പന്നങ്ങളായാലും അതിൻ്റെ ഒരു വീഡിയോയെങ്കിലും നമ്മൾ കണ്ടിരിക്കണം. അത് എങ്ങനെയാണ് എത്തുന്നതെന്നുള്ളത്, അത് എവിടെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ സാധനങ്ങൾ വരുന്നത്. അപ്പം ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ട്, കൊടുക്കും, വാങ്ങും, തിന്നും, അതുപോലെ എന്ത് സാധനങ്ങളായാലും. അപ്പോൾ ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഈ കോഴികൾ വളർത്തിക്കൊണ്ടുവരുന്നതും അതേപോലെ കോഴി തീറ്റകളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ആ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. എൻ്റെ വിജയം നിങ്ങളുടെ കൂടെ വിജയമാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.